ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു ടോക്കീസ്. അപ്പൊ നമ്മുടെ 20 ഡേയ്സ് ഇന്റർവ്യൂ ചലഞ്ചിന്റെ ഡേ 5 ആണ് ഇന്ന്. അപ്പൊ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്റ്റീവ് ലിസണിംഗ് ആണ്. അതായത് പൊതുവേ നമ്മൾ ഏതൊരു ഇന്റർവ്യൂ ശ്രദ്ധിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിലും അതിലൊക്കെ ഈ കാൻഡിഡേറ്റ്സ് വന്നിട്ട് എന്തൊക്കെ ചോദ്യങ്ങളാണോ ഇന്റർവ്യൂവിൽ ചോദിക്കുന്നത് അതൊക്കെ മനസ്സിലാക്കുന്ന പോലെ വെറുതെ തലയാട്ടിയിരിക്കുന്നത് നമ്മൾ കാണാറുണ്ട്. അപ്പൊ വെറുതെ തലയാട്ടിയിരുന്നിട്ട് അവർ ചോദിക്കുന്ന ചോദ്യങ്ങളൊക്കെ മനസ്സിലാക്കുന്നുണ്ട് എന്ന് വെറുതെ അഭിനയിച്ചിട്ട് എന്തെങ്കിലും കാര്യമുണ്ട്? അങ്ങനെ ചെയ്തിട്ട് യാതൊരു കാര്യമില്ല. ആക്ച്വലി വാട്ട് യു സപ്പോസ് ടു ഡു ഇസ് സംതിങ് ഡിഫറെന്റ്. അതെന്താന്ന് ഞാൻ പറഞ്ഞുതരാം. അതായത് ലിസൺ ടു അണ്ടർസ്റ്റാൻഡ്, നോട്ട് ജസ്റ്റ് ടു റെസ്പോണ്ട്. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇന്റർവ്യൂ ചോദ്യം ചോദിക്കുന്ന സമയത്ത് മിക്ക കാൻഡിഡേറ്റ്സും ചെയ്യുന്ന മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ പറയാൻ പോകുന്ന ഉത്തരം എന്താണെന്ന് പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കും. പക്ഷെ അതിന് പകരം ശരിക്കും ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ചോദ്യം എന്താണ് എന്ന് മനസ്സിലാക്കുക, ഗ്രാസ്പ് ചെയ്യാൻ ശ്രമിക്കുക. പക്ഷെ ഈ ചോദ്യങ്ങളൊക്കെ മനസ്സിലാക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇംഗ്ലീഷ് നല്ല നോളജും വേണം. അല്ലെങ്കിൽ പിന്നെ മറ്റേ സിനിമ ഉണ്ടല്ലോ ഗൂഢാലോചന, ആ സിനിമയിൽ ഹരീഷ് കണാരൻ ഇന്റർവ്യൂവിന് പോയ പോലെ ഉണ്ടാവും. Mr. Jamshir, you have a crisis at home. Will you let your father and mother know about it? എന്താണ്? Or will you deal it? അപ്പൊ ആ ഒരു മൊമെന്റ് നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ചോദ്യമൊക്കെ പ്രോപ്പർ ആയിട്ട് ഗ്രാസ്പ് ചെയ്യാം. ഗ്രാസ്പ് ചെയ്ത് കഴിഞ്ഞാൽ സ്പോണ്ടേനിയസ് ആയിട്ട് നിങ്ങൾക്ക് തന്നെ അവിടെ ആൻസർ ചെയ്യാൻ പറ്റും. അതിന് പകരം ജസ്റ്റ് കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് പ്ലാൻ ചെയ്തിട്ട് അല്ലെങ്കിൽ ഉത്തരങ്ങൾ ആദ്യമേ പ്രീ പ്ലാൻ ചെയ്തിട്ട് പറയാൻ ശ്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ ചോദ്യം ഒന്നായിരിക്കും, പക്ഷെ അതിന് നമ്മൾ പറയുന്ന ഉത്തരം ഭയങ്കര ഡിഫറെന്റ് ആയിരിക്കും. അപ്പൊ നമുക്ക് ഈ ആക്റ്റീവ് ലിസണിങ്ങിനെ നമുക്കൊന്ന് ക്രോസ് എക്സാമിൻ ചെയ്യാം. അപ്പൊ നമ്മൾ അതിൽ ആദ്യം നോക്കാൻ പോകുന്ന പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പേയിങ് അറ്റൻഷൻ ആണ്. അപ്പൊ അതിൽ നമ്മൾ ആദ്യം കീപ്പ് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ വളരെ ബേസിക് ആണ്. അതായത് ഒരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ വരുന്ന സമയത്ത് നമ്മുടെ മൊബൈൽ ഫോൺ ഒക്കെ സൈലന്റ് ആക്കി വെക്കുക എന്നുള്ളതാണ്. അതായത് അവിടെ ഒരു തരത്തിലുള്ള ഡിസ്ട്രാക്ഷൻസും നമ്മൾ കാരണം വരാൻ പാടില്ല. അതുപോലെ തന്നെ നമ്മൾ കുറച്ച് ശ്രദ്ധ കൊടുക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ തല വെറുതെ ആട്ടിയിട്ട് ഓക്കെ നമ്മളെല്ലാം ശ്രദ്ധിക്കുന്നുണ്ട് എന്നൊരു ഫേക്ക് ആയിട്ടൊരു സംഭവം ക്രിയേറ്റ് ചെയ്യുന്നതിന് പകരം ക്ലിയർ ആയിട്ട് എന്ത് ചെയ്യുക, ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ എല്ലാം ഗ്രാസ്പ് ചെയ്യാൻ ശ്രമിക്കുക. ആ ക്വസ്റ്റ്യൻസ് ലിസൺ ചെയ്യുമ്പോഴായാലും അതേപോലെ ഉത്തരം പറയുമ്പോഴായാലും ആ ഒരു ഐ കോണ്ടാക്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നതും ഈ ഒരു ആക്റ്റീവ് ലിസണിങ്ങിന്റെ ഭാഗമായിട്ട് വരുന്നതാണ്. ഈ ഐ കോണ്ടാക്ടിന്റെ കാര്യം നമ്മൾ നമ്മുടെ സെക്കൻഡ് വീഡിയോയിൽ തന്നെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമായിരുന്നു. ഇപ്പൊ അവർ പറഞ്ഞിരുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ശരിക്കും മനസ്സിലാവുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫോർമലി അക്നോളജ് ചെയ്യാം. അതായത് ഐ അണ്ടർസ്റ്റാൻഡ്, ഐ സീ എന്നൊക്കെ നിങ്ങൾക്ക് അവിടെ പറഞ്ഞിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് എന്ന് അവർക്ക് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റും. വല്ലതും മനസ്സിലായോ? ഈ അക്നോളജ് ചെയ്യുന്നതൊക്കെ നല്ല കാര്യം തന്നെയാണ്. പക്ഷെ എന്ന് കരുതിയിട്ട് അവരെന്ത് പറയുമ്പോഴും അതിനിടയിൽ കൂടെ കയറിയിട്ട് ഇന്ററപ്റ്റ് ചെയ്യാൻ പാടില്ല. അതായത് അവരെന്താണോ പറയുന്നത് ആ പറയുന്നത് കംപ്ലീറ്റ് ആയതിനു ശേഷം മാത്രമേ അക്നോളജ് ചെയ്യാൻ പാടുള്ളൂ. ഒരു ഇന്ററപ്ഷൻ എന്ന് പറയുന്ന ഒരു സാധനം അവിടെ വന്നു കഴിഞ്ഞാൽ തന്നെ എന്താണ്, ആ ഒരു ഇംപ്രഷൻ അവിടെ കംപ്ലീറ്റ്ലി പോവും. അപ്പൊ അവര് പറയുന്ന കാര്യങ്ങൾക്ക് ജസ്റ്റ് കേട്ടോണ്ടിരുന്നിട്ട് ഒരു കാര്യമില്ലല്ലോ, അതിനൊക്കെ പ്രോപ്പർ ആയിട്ട് ആൻസേഴ്സും പറയണ്ടേ. അതെങ്ങനെ പറയണം? അതാണ് നമ്മുടെ നെക്സ്റ്റ് ടോപ്പിക്, റെസ്പോണ്ടിങ് അപ്രോപ്രിയേറ്റ്ലി. അതായത് എന്ത് ചോദ്യമാണോ ചോദിച്ചിട്ടുള്ളത് ആ ചോദ്യമായിട്ട് പ്രോപ്പർ ആയിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ആൻസർ ആയിരിക്കണം നമ്മൾ പറയേണ്ടത്. അത് എന്തിനാണ് അങ്ങനെ പറയേണ്ടത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ചോദ്യം ചോദിച്ച ഇന്റർവ്യൂവറിന്റെ പെർസ്പെക്റ്റീവിനെ പ്രോപ്പർ ആയിട്ട് നമ്മൾ ഉൾക്കൊണ്ടിട്ടുണ്ട് എന്ന് അവരെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. അപ്പൊ നമ്മൾ ഇത്രയും നേരം ആക്റ്റീവ് ലിസണിങ് എന്താണെന്നുള്ള കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തു. അപ്പൊ നമുക്ക് ഇനി നോക്കാൻ പോകുന്നത് എങ്ങനെയാണ് ഒരു ഇന്റർവ്യൂവിൽ ഈ ഒരു ആക്റ്റീവ് ലിസണിങ് ഹെൽപ്ഫുൾ ആവുന്നത് എന്നാണ്. ഇംപ്രൂവ്സ് അണ്ടർസ്റ്റാൻഡിങ്. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ ആക്റ്റീവായിട്ട് ലിസൺ ചെയ്യുന്ന സമയത്ത് ആ കമ്പനിക്ക് നമ്മളെ കൊണ്ട് എന്താണോ ആവശ്യം എന്നുള്ള കാര്യമൊക്കെ നമുക്ക് പ്രോപ്പർ ആയിട്ട് മനസ്സിലാക്കി എടുക്കാൻ പറ്റും. അപ്പൊ ഇതിന്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കമ്പനിക്ക് നിങ്ങളുടെ അടുത്ത് എന്താണ് വേണ്ടതെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആ ഒരു കമ്പനിയുടെ റിക്വയർമെന്റ്സ് അനുസരിച്ച് നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ ആൻസേഴ്സിനെ പ്രോപ്പർ ആയിട്ട് അലൈൻ ചെയ്യാൻ പറ്റും. അപ്പൊ ഇതുകൊണ്ടൊക്കെ നമ്മൾ എന്താണ് ഉദ്ദേശിക്കുന്നത്, അതായത് ഒരു ഇന്റർവ്യൂവിനെ നമ്മൾ ജസ്റ്റ് ഒരു Q&A സെഷൻ പോലെ കാണാതെ ഒരു എൻഗേജിംഗ് ആയിട്ടുള്ള ഒരു ഫോർമൽ കോൺവെർസേഷൻ ആയിട്ട് മാറ്റുക. ആ ഒരു കോൺവെർസേഷൻ ആയിട്ട് മാറ്റുന്ന സമയത്ത് നിങ്ങൾക്ക് ആ ഒരു ഇന്റർവ്യൂ ക്രാക്ക് ചെയ്യാനുള്ള പോസിബിലിറ്റി അവിടെ കൂടുകയാണ്. അപ്പൊ ഇന്നത്തെ പരിപാടി ഇത്രയേ ഉള്ളൂ. അപ്പൊ നിങ്ങൾ ഇന്ന് ചെയ്യേണ്ട ടാസ്ക് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഒരു 5 മിനിറ്റ് നിങ്ങളുടെ ഫ്രണ്ട്സ് ആയിട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ റിലേറ്റീവ് ആയിട്ടൊക്കെ സംസാരിക്കുക. സാധാരണ നിങ്ങൾ സംസാരിക്കുന്ന സമയത്ത് ഒരുപാട് ഇന്റർപ്റ്റ് ചെയ്യാറുണ്ടാവും. ഇത്തവണ ഒന്ന് മാറ്റി പിടിക്കുക. അതായത് നമ്മൾ ഇന്ന് പറഞ്ഞ കുറച്ച് പോയിന്റ്സ് ഒക്കെ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ അവരായിട്ട് സംസാരിക്കുക. അപ്പൊ അതിനുശേഷം നിങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു കോൺവെർസേഷനെ കുറിച്ച് ഒരു സമ്മറി ഒരു പേപ്പറിൽ എഴുതി വെക്കുക. അതിന്റെ ഒപ്പം തന്നെ നിങ്ങൾ ആക്റ്റീവ് ലിസൺ ചെയ്തത് കൊണ്ട് നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടായിരുന്ന മാറ്റം എന്താണെന്ന് കൂടി മെൻഷൻ ചെയ്യുക. എന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു നോട്ടിന്റെ ഫോട്ടോ എടുത്തിട്ട് നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ള ലിങ്കിൽ അപ്ലോഡ് ചെയ്യുക. അപ്പൊ ബൈ. അപ്പൊ നമുക്ക് ഇനി എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം.